മനുഷ്യൻ്റെ മസ്തിഷ്കം വളർച്ചയ്ക്കനുസൃതമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്നതിലൂടെയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയുമാണ് നമ്മുടെ തലച്ചോറ് വികസിക്കുന്നത്. അതിലൂടെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കൂടെ നിന്ന സ്വഹാബാക്കൾ ചോദിച്ചു, എന്തിനാണ് അബൂബക്കർ എന്നവരെ നിങ്ങൾ കരയുന്നത്? പ്രവാചകൻ നമുക്ക് നമ്മുടെ മതത്തെ ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ പൂർത്തിയാക്കി തന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട, എപ്പോഴും നമ്മൾ ഓരോ സന്തോഷം വരുന്ന സമയത്തും ഓരോ നമ്മളെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്തും നമ്മൾ ആലോചിക്കേണ്ട ഒരു മറുപടിയുണ്ട്. ഒരു വസ്തു പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വളർച്ചയുണ്ടാവുകയില്ല. അത് പിന്നെ പടിപടിയായിട്ട് താഴോട്ടായിരിക്കും. അതായത് ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാം മതത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി ഇതിന് വളർച്ച അവസാനിച്ചു. ഇനി ഇത് താഴോട്ട് പതുക്കെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈയൊരു ചിന്തയെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം. നമുക്ക് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ആത്മസംതൃപ്തി അടയരുത്. ഇനിയും അടുത്തൊരു ലക്ഷ്യം നിർണയിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കയിലെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ഹിജറ പോവാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ മഹാസംഭവമായിരുന്നു, സമയമായിരുന്നു അത്. ത്വല അൽ ബദ്റു പാടിക്കൊണ്ട് മദീന നിവാസികൾ പ്രവാചകനെ സ്വീകരിക്കുന്ന ആ സന്ദർഭം പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. പക്ഷേ പ്രവാചകൻ ആ സന്തോഷത്തിൽ മതിമറന്ന് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനല്ല പ്രവാചകൻ തീരുമാനിച്ചത്. പ്രവാചകൻ അവിടെ പുതിയൊരു മദീന രാഷ്ട്രമുണ്ടാക്കി, അവിടെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത്, അങ്ങനെ ലക്ഷ്യങ്ങൾ പുനർനിർണയിച്ച് സന്തോഷമെന്ന സമാധാനത്തോടെ ഇസ്ലാം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ അടങ്ങിയിരുന്ന് അവിടുന്ന് ഇങ്ങനെ പള്ളിയിൽ ക്ലാസ് എടുത്ത് ദർസ് നടത്തി സഹാബാക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. പുതിയ സ്ഥലങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിപ്പിക്കാനും പുതിയ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ ഉപയോഗിച്ചത്. അപ്പോൾ ഓരോ സന്തോഷങ്ങളും ഓരോ വിജയങ്ങളും നമ്മൾ പുതിയ അവസരങ്ങളും പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് പുതിയ മുന്നോട്ടുള്ള ഒരു യാത്രയിലെ ഒരു ഭാഗമായിട്ടായിരിക്കണം നമ്മൾ ജീവിതത്തിൽ കാണേണ്ടത്. അതിനാൽ നമ്മൾ സന്തോഷവാനാവുക, പക്ഷെ സംതൃപ്തനായിട്ട് അവിടെ നിൽക്കരുത്. നന്ദിയുള്ളവനായി, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായി ലക്ഷ്യം പുനർനിർണയിച്ച് മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ജീവിതം മഹത്തരമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.